നിവേദ്യ സമയത്ത് ഭക്തർ എന്തിനാണ് നിർബന്ധമായും ക്ഷേത്രത്തിന് പുറത്തിറങ്ങുന്നത്? ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തിടപ്പിള്ളിയിൽ ആചാരപ്രകാരം ശുദ്ധിയോടെ തയ്യാറാക്കിയ നൈവേദ്യം ഭഗവാന് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വഴിപാടായും അല്ലാതെയും നൽകാറുണ്ട്. നിവേദ്യം ശ്രീകോവിലിൽ പ്രതിഷ്ഠാമൂർത്തിക്ക് മുൻപിൽ സമർപ്പിക്കുന്നതിനു മുൻപ് പൂജാരി നേദ്യം എന്ന് ഉറക്കെ വിളിച്ചറിയിക്കുകയും ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള ഭക്തർ നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കുകയും ചെയ്യുന്നു. നേദ്യ സമയത്തും ശീവേലി സമയത്തും ഭക്തർ ഇപ്രകാരം പുറത്തിറങ്ങി നിൽക്കാറുണ്ട്. നിവേദ്യം കൊണ്ടുചെന്ന് ദേവബിംബത്തിനു മുൻപിൽ വെച്ച് ദേവനെ ഭുജിപ്പിക്കുകയാണ് പതിവ്. നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പിള്ളിക്കും ശ്രീകോവിലിനും ഇടയ്ക്കും കൂടി ആരും നടക്കുവാനോ നിൽക്കുവാനോ പാടില്ല. കാരണം ഭഗവാന്റെ നാവ് ശ്രീകോവിലിൽ നിന്നും തിടപ്പിള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടുകിടക്കുന്നതായാണ് സങ്കല്പം. ആയതിനാൽ അത് മറികടക്കുക നിഷിദ്ധമാകുന്നു. ശിവക്ഷേത്രത്തിലെ നിവേദ്യ സമയത്ത് ഭക്തർ പുറത്തിറങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശിവഭഗവാൻ എപ്പോഴും അപസ്മാരൻ എന്ന ഭൂതത്തെ വലതുകാൽ പാദത്തിനു ചുവട്ടിൽ ചവിട്ടി അമർത്തി വച്ചിരിക്കുന്നതായാണ് സങ്കല്പം. നടരാജ നൃത്തം നോക്കിയാൽ ഈ ഭൂതത്തെ പരമശിവന്റെ കാൽച്ചുവട്ടിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഈ ഭൂതം സ്വതന്ത്രമാക്കപ്പെടുന്നത് നിവേദ്യ സമയത്ത് മാത്രമാണ്. അപ്പോൾ അപസ്മാരന്റെ ബാധ ഏൽക്കാതിരിക്കാൻ കൂടിയാണ് നിവേദ്യ സമയത്ത് ഭക്തർ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഈ സമയത്ത് ശിവക്ഷേത്രത്തിന്റെ നേർനടയിൽ നിന്നും തൊഴാനും പാടില്ല. കാരണം സ്വതന്ത്രമാക്കപ്പെടുന്ന ഭൂതം ഓവിലൂടെയും നേർനടയിലൂടെയും പുറത്തിറങ്ങാൻ ശ്രമിക്കും എന്നാണ് കരുതുന്നത്.